നമസ്കാരം. ഓസ്ട്രേലിയയുമായുള്ള പിങ്ക് ബോൾ ടെസ്റ്റിലേറ്റ വമ്പൻ തോൽവിയോടെ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഫൈനലിലേക്ക് എത്തുകയെന്ന ഇന്ത്യയുടെ മോഹങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. 10 വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും നേരിടേണ്ടതായി വന്നത്. ഇതോടെ WTC അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ തലപ്പത്തുണ്ടായിരുന്ന ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്കും വീണിരിക്കുകയാണ്. നേരത്തെ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ജയിച്ചതിന് ശേഷം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു ഇന്ത്യ. ഇതാണ് അഡ്ലേഡിലെ മത്സരത്തിന് ശേഷം ടീമിന് കൈവിടേണ്ടി വന്നിരിക്കുന്നത്. അടുത്ത വർഷം ജൂണിലാണ് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ WTC ഫൈനൽ നടക്കാനിരിക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യക്ക് ഇനി ശേഷിച്ചത് വെറും 3 ടെസ്റ്റുകൾ മാത്രം. കലാശപ്പോരിനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ ഇനി ഒരു വഴി മാത്രമേയുള്ളൂ. ഓസ്ട്രേലിയയുമായി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ശേഷിച്ച 3 ടെസ്റ്റുകളിൽ ഒന്നിൽ പോലും തോൽക്കാതിരിക്കുക എന്നതാണ്. പരമാവധി ഒരു ടെസ്റ്റിൽ സമനില വഴങ്ങിയാൽ പോലും വലിയ ക്ഷീണം വരികയില്ല. ബാക്കിയുള്ള 3 ടെസ്റ്റിൽ 2 എണ്ണം ജയിക്കുകയും ഒന്നിൽ സമനില വഴങ്ങുകയും ചെയ്താൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 60.52 ആയി മാറും. നിലവിലെ സാഹചര്യത്തിൽ ഫൈനലിലെത്താൻ ഇന്ത്യക്ക് ഇത് ധാരാളമായിരിക്കും. എന്നാൽ ശേഷിച്ച 3 ടെസ്റ്റിലും ജയിക്കാനായാൽ ഇത് 64.05 ഉയരുകയും ചെയ്യും. ഇത്രയും പോയിന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യ തീർച്ചയായും പേടിക്കാതെ തന്നെ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഫൈനൽ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇനിയുള്ള 3 മത്സരങ്ങളിലും ജയിക്കാനായില്ലെങ്കിൽ ഫൈനലിലായി ഇന്ത്യക്ക് മറ്റ് ടീമുകളുടെ ഫലത്തെ ആശ്രയിക്കേണ്ടതായി വരും. 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 3-2 ഇന്ത്യ ജയിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 58.77 ആയി മാറും. ഇത് മറികടക്കാൻ ഓസീസ് ടീമിന് കഴിയില്ല. കാരണം ശ്രീലങ്കയുമായി 2 ടെസ്റ്റുകളാണ് അവർക്ക് ഇനി ബാക്കിയുള്ളത്. എന്നാൽ ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നിവർക്കെതിരായ പരമ്പരകളിൽ വിജയിക്കാൻ സാധിച്ചാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് തലപ്പത്ത് ഫിനിഷ് ചെയ്ത് ഫൈനലിൽ കടക്കാൻ സാധിക്കും. 2ാം സ്ഥാനക്കാരായി ഇന്ത്യയും ഫൈനലിൽ എത്തും. ഇനി ഇന്ത്യ 3-1 ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ജയിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 60.52 ആയി മാറും. ശ്രീലങ്കയുമായുള്ള അടുത്ത ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയാലും ഓസീസിന് ഇത് മറികടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഫൈനലിലേക്ക് മുന്നേറാം. അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര 2-2 സമനിലയിലാണ് അവസാനിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 57.01 ആയിരിക്കും. അടുത്ത പരമ്പരയിൽ ശ്രീലങ്കയെ 2-0 തോൽപ്പിച്ചാൽ ഓസീസിന് ഇത് മറികടക്കാം. ഓസീസ് ഇതോടെ ഫൈനലിലേക്കും മുന്നേറുമ്പോൾ ഇന്ത്യ പുറത്താവുകയും ചെയ്യും. ഇനി പോയിന്റ് പട്ടിക നോക്കുകയാണെങ്കിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതുക്കിയ പോയിന്റ് പട്ടിക പ്രകാരം തലപ്പത്തുള്ളത് ഓസ്ട്രേലിയയാണ്. 60.71 പോയിന്റ് ശതമാനമാണ് അവർക്കുള്ളത്. 59.26 പോയിന്റ് ശതമാനവുമായി സൗത്ത് ആഫ്രിക്ക 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 3ാം സ്ഥാനക്കാരാണ് ഇന്ത്യ. ഇന്ത്യയുടെ പോയിന്റ് ശതമാനം 57.29 ആണ്. ശ്രീലങ്ക 50, ഇംഗ്ലണ്ട് 45.24, ന്യൂസിലൻഡ് 44.23, പാകിസ്ഥാൻ 33.33, ബംഗ്ലാദേശ് 31.25, വെസ്റ്റ് ഇൻഡീസ് 24.24 എന്നിങ്ങനെയാണ് മറ്റ് ടീമുകളുടെ സ്റ്റാൻഡിംഗ് ആയിട്ട് പറയാനുള്ളത്. എന്നാലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനൽ കളിക്കണമെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ.